ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു ഫേസ് പാക്ക് ഉണ്ടാക്കാൻ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് ആണ് പേരയില. ഇത് വന്നിട്ട് കുറച്ച് മുറ്റി ഇലയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തളിർ ഇലയും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് അതും കൂടി എടുക്കും. അപ്പോൾ നമ്മൾ തളിർ ഇല എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ. ഓൾറെഡി നമുക്ക് ഇല കിട്ടി, പക്ഷേ അത് ഭയങ്കര കട്ടിയുള്ള മുറ്റി ഇലയായിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് തളിർ ഇലയാണ് ആവശ്യമായിട്ടുള്ളത്. ഇവിടെയാണെങ്കിൽ കുഞ്ഞു കുഞ്ഞു പേരയുടെ ഇതുണ്ട് കേട്ടോ. പേര മരമല്ല, ഇത് ജസ്റ്റ് ഇത് പൊടിച്ച് വരുന്നതേ ഉള്ളൂ. എനിക്കിപ്പോൾ കുറച്ച് തളിർ ഇലകൾ കിട്ടി കേട്ടോ. എന്തായാലും ഇത് കിട്ടിയതുകൊണ്ട് ഇനി മറ്റേ മുറ്റ ഇല എടുക്കുന്നില്ല തീരെ. ഇനി ഈ തളിരില മാത്രമാണ് ഞാൻ കൂടുതലായിട്ട് എടുക്കുന്നത് കേട്ടോ. അതിനിടയ്ക്ക് ഇതാ താഴെ നിന്ന് വിശ്രമിച്ച പോലെ എൻ്റെ മുകളിൽ നിന്ന് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് എൻ്റെ പട്ടിക്കുട്ടി നിൽക്കുകയാണ് കേട്ടോ. എൻ്റെ പേരാണ് അർജുൻ. ഇവ വന്നിട്ട് ശരിക്കും പട്ടിയാണോ അത് കുരങ്ങാണോ എനിക്ക് ഡൗട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് നമ്മുടെ ഈ പേരയിലെല്ലാം നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. സോ പൊടിയൊക്കെ അടിച്ചിരിപ്പുണ്ടായിരിക്കും. അപ്പോൾ കഴുകി എടുത്തിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു ഗൈസ്. അപ്പോൾ നമ്മൾ എൻ്റെ ഇല നന്നായിട്ട് കഴുകിയെടുത്ത് ഞാൻ കുഞ്ഞു പീസായിട്ട് അരിഞ്ഞു. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തു കേട്ടോ. അരച്ചെടുത്തിട്ട് ഞാൻ അങ്ങനെ അങ്ങ് ഒഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം പിഴിഞ്ഞെടുക്കുക എന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നതല്ലേ. സോ ഞാൻ അതിൻ്റെ എക്സ്ട്രാക്റ്റ് മാത്രം നല്ലോണം പിഴിഞ്ഞെടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വേണ്ടത് റൈസ് ഫ്ലോർ ആണ്. ഞാനിപ്പോൾ ഈ കവറിലുള്ള റൈസ് ഫ്ലോറാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനൊരു 3 ടീസ്പൂൺ റൈസ് ഫ്ലോർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കി കൊടുക്കുക. നെക്സ്റ്റ് ഹണി ആഡാക്കി കൊടുക്കുക. അതിനുശേഷം ടെർമറിക് ആഡാക്കി കൊടുക്കുക. നെക്സ്റ്റ് ലെമൺ ആഡാക്കി കൊടുക്കുക. ലെമൺ ആഡാക്കുമ്പോൾ ലെമണിൻ്റെ ഒരു ചെറിയ ടൈനി പീസ് മതി കേട്ടോ. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ജ്യൂസ് ഇതിലേക്ക് ആളാക്കി കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കുക. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എടുക്കുന്നത്. നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൺസിസ്റ്റൻസിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ചേഞ്ച് വരുത്താം. തിക്കായിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് എടുക്കാം, കുറച്ചുകൂടി ലൂസായിട്ടുണ്ടെങ്കിൽ ലൂസായിട്ട് എടുക്കാം. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിലാണ് എടുത്തേക്കുന്നത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കളർ വന്നിട്ട് കറക്റ്റ് ഈ ഒരു കളർ തന്നെ ആയിരിക്കും കേട്ടോ. അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കാൻ വളരെ ഈസിയുമാണ്, നാച്ചുറലുമാണ്. റീസെന്റ് എൻ്റെ ഫേസിൽ വന്നിട്ട് നിറയെ പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മാറ്റാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെ ഞാൻ കുറേ ഫേസ് പാക്കുകളൊക്കെ അപ്ലൈ ചെയ്ത് നോക്കി. അങ്ങനെ ഞാൻ ഒരു വീഡിയോയിലാണ് കറക്റ്റായിട്ട് പേരയുടെ യൂസ് മനസ്സിലാക്കിയത്. പേരയിലയുടെ ഒരു ഡോക്ടറിന്റെ വീഡിയോ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് റെഡിയാക്കിയത് തന്നെ. ഇതിൽ അടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും നമ്മുടെ ഫേസിലുള്ള പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ മാറ്റാൻ പറ്റുന്ന സാധനങ്ങൾ തന്നെയാണ്. നമ്മളിതിലേക്ക് ആഡാക്കിയിരിക്കുന്നത് പേരയിലയുടെ ജ്യൂസും അരിപ്പൊടിയും തേനും നാരങ്ങയുടെ നീരും ഒക്കെയാണ് ഇതിൽ വരുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും. സോ ഇതെല്ലാം നമ്മുടെ പിമ്പിൾസ് മാറാനും ഡാർക്ക് സ്പോട്ട് മാറാനും ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. ഇത് നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. ഒരു 30 മിനിറ്റ്സ് എങ്കിലും ഫേസിലേക്ക് അപ്ലൈ ചെയ്തിട്ടേക്കണം കേട്ടോ. 30 മിനിറ്റ്സ് കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് വാഷ് ചെയ്താൽ മതി. പിന്നെ മഞ്ഞളൊക്കെ അലർജി ഉള്ളവർക്കാണെങ്കിൽ മഞ്ഞൾ മാറ്റിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്തിട്ട് തയ്യാറാക്കാം കേട്ടോ. പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. കാരണം അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എനിക്ക് ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് വളരെ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഒരു വീഡിയോ ഒക്കെ ഇടാന്ന് വിചാരിച്ചു കേട്ടോ. വീക്ക്ലി ഒരു 4 ടൈംസ് എങ്കിലും അപ്ലൈ ചെയ്തിട്ടേക്കും നല്ലതായിരിക്കും. പിന്നെ നൈറ്റ് അപ്ലൈ ചെയ്തിട്ടേക്കുന്നത് നല്ലതായിരിക്കും. ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിനി വാഷ് ചെയ്തിട്ട് കാണാം ഗൈസ്. അപ്പോൾ ഞാൻ ഫേസ് വാഷ് ഒക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു വീക്കിലി ഒരു 4 ടൈംസ് എങ്കിലും ഒരു ഫേസ് പാക്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് നോക്കുക മിനിമം. അത് കൂടുതൽ അപ്ലൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. രാത്രി അപ്ലൈ ചെയ്താൽ അത്രയും നന്നായിരിക്കും കേട്ടോ. ഞാൻ രാത്രിയാണ് അപ്ലൈ ചെയ്തിട്ട് കിടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്തിട്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇട്ടു. അപ്പോൾ നാളെ ഞാൻ ചിലപ്പോൾ ഗ്ലിസറിനും നാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ ഇടും. അതും അത്യാവശ്യം നല്ലൊരു ചേഞ്ച് തരും കേട്ടോ. നമ്മുടെ സ്കിന്നിന് കുറച്ചുകൂടി ഗ്ലോയിങ് സ്കിൻ ആക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 1 മന്തിൽ കൂടുതലായിട്ടുണ്ടായിരിക്കും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കൊരു വിസിബിൾ ചേഞ്ച് അറിയാൻ പറ്റും. കാരണം എനിക്ക് അത്യാവശ്യം നല്ലപോലെ ഡാർക്ക് സ്പോട്ടും പിമ്പിൾസും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സൈഡിൽ ഇപ്പൊ നല്ല മാറ്റമുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷെ ഈ ഒരു സൈഡിൽ വീണ്ടും കുറച്ച് പിമ്പിൾസും ഡാർക്ക് സ്പോട്ടും ഒക്കെ ഉണ്ട്. അപ്പൊ അത് ചേഞ്ച് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫേസ് പാക്ക് എന്ന് പറയുമ്പോൾ നമുക്ക് പിമ്പിൾസ് മാറണം ഡാർക്ക് സ്പോട്ട് മാറണം മാത്രമല്ല നമ്മുടെ സ്കിൻ വൈറ്റൻ ചെയ്യാനും കൂടി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്തായാലും ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് എനിക്ക് കമന്റിലൂടെ അറിയിക്കണം കേട്ടോ. ഇഫ് യു ലൈക്ക് ദിസ് വീഡിയോ, ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.